എൽ പി യു പി ഈസി വിൻ മിഷൻ 90 ഡേയ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഴശ്ശി വിപ്ലവങ്ങൾ, അതായത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള സിലബസിലുള്ള പഴശ്ശി വിപ്ലവങ്ങളുടെ ഭാഗമാണ്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പഴശ്ശി വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പഴശ്ശി രാജയുടെ രാജവംശം. കോട്ടയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കോട്ടയം ജില്ലയല്ല, കണ്ണൂർ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന് പറയുന്ന പഴയ പ്രദേശമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി രാജയുടെ രാജവംശം സ്ഥാപിച്ചത്. ഹരിചന്ദ്ര പെരുമാളാണ് പഴശ്ശി രാജയുടെ രാജവംശം സ്ഥാപിച്ചത്. പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന യുദ്ധഭൂമി പുരളിമല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരളിമലയാണ് അദ്ദേഹം പ്രധാനമായിട്ടും യുദ്ധഭൂമിയായിട്ട് കേന്ദ്രീകരിച്ചിരുന്നത്. പുരളിമല ഏത് കുന്നുകളുടെ ഭാഗമായിരുന്നു? ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് പുരളിമല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. പഴശ്ശി രാജാവിൻ്റെ പ്രധാന മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മന്ത്രിയായിട്ട് സേവനം ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ക്വസ്റ്റ്യൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. കൂടുതൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകണം. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈനാധിപൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൈതേരി അമ്പുനായർ എന്ന് പറയുന്ന ആളാണ് പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈനാധിപൻ. ഈ പഴശ്ശി രാജ ആരംഭിച്ച യുദ്ധതന്ത്രം ഒളിപ്പോര് അല്ലെങ്കിൽ ഗറില്ല യുദ്ധമുറയാണ്. ഒളിപ്പോര് എന്നൊക്കെ പേരിൽ അറിയപ്പെടും. പിന്നെ വയനാട്ടിലെ ആദിവാസി വിഭാഗം കുറിച്യർ എന്ന് പറയുന്ന വിഭാഗം വയനാട്ടിലെ ഈ പഴശ്ശി രാജയുടെ യുദ്ധത്തിലൊക്കെ അദ്ദേഹത്തിന് വളരെയധികം സഹായിച്ചിട്ടുള്ള ആളുകളാണ് കുറിച്യ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗമാണ് കുറിച്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറിച്യരുടെ നേതാവ് ആണ് തലയ്ക്കൽ ചന്തു എന്ന് പറയുന്ന നേതാവാണ് കുറിച്യരുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ പഴശ്ശി രാജയുടെ മറ്റൊരു പേര് കേരള സിംഹം എന്ന പേരിലാണ് പഴശ്ശി രാജ അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റ് ചില പേരുകൾ കൂടിയുണ്ട്. ഈ കേരള സിംഹം എന്ന് പഴശ്ശി രാജയെ വിളിച്ചത് സർദാർ KM പണിക്കരാണ്. നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ട്. സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന് പഴശ്ശി രാജയെ വിശേഷിപ്പിച്ചത്. നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പനമര യുദ്ധം നടന്ന വർഷം. പനമര യുദ്ധം 1802-ലാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു പനമര എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ നടന്ന ചരിത്രപ്രസിദ്ധമായൊരു യുദ്ധമാണ് പനമര യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1802-ലാണ് ഈ യുദ്ധം നടന്നത്. അതുപോലെ പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ അല്ലെങ്കിൽ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന ആൾ തോമസ് ഹാർവേ ബേബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തോമസ് ഹാർവേ ബേബർ പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടറായിരുന്ന ആൾ. 14ാമത് ചോദ്യം, പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ എന്നാണ് വായിക്കുന്നത്. അവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. സൈന്യാധിപൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആർതർ വെല്ലസിയാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരെന്ന ആൾ ചിറക്കൽ രാജാവ്. ഈ പഴശ്ശി വിപ്ലവം 2 കാലഘട്ടങ്ങളായിട്ടാണ് നടന്നത്. അപ്പോൾ അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന സമയത്ത് അത് അവസാനിപ്പിച്ചത് ഇടനിലക്കാരെന്ന ആൾ ചിറക്കൽ രാജാവാണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശിക്കെതിരെ യുദ്ധം ചെയ്യാൻ രൂപീകരിച്ച സേന കോൽക്കാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഴശ്ശിക്കെതിരെ യുദ്ധം ചെയ്യാൻ രൂപീകരിച്ച സേന, അതായത് ഏകദേശം 1200ഓളം ആളുകൾ അടങ്ങിയൊരു ഫോഴ്സാണ് പഴശ്ശിക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത്. അവരെ അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തലയ്ക്കൽ ചന്തു സ്മാരകം. അതായത് ഇനി നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ പഴശ്ശിയുമായി ബന്ധപ്പെട്ട് ഇനി നിലനിൽക്കുന്ന സ്മാരകങ്ങളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമൊക്കെയാണ്. തലയ്ക്കൽ ചന്തു സ്മാരകം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? പനമര എന്ന സ്ഥലത്താണ് തലയ്ക്കൽ ചന്തു സ്മാരകം ഉള്ളത്. അടുത്ത് പഴശ്ശി ഗുഹ എന്ന് പറയുന്നത് മലപ്പുറത്താണ്. ഈ പഴശ്ശി രാജ കൊല്ലപ്പെട്ട സ്ഥലം, 19ാമത്തെ ചോദ്യം, പഴശ്ശി രാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലാത്തോട്, വയനാട്ടിലാണ് സ്ഥലം. മാവിലാത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വെച്ചാണ് പഴശ്ശി രാജ കൊല്ലപ്പെടുന്നത്. പഴശ്ശി കുടീരം എന്നറിയപ്പെടുന്നത് വയനാട്ടിലാണ്. പഴശ്ശി കുടീരം ഉള്ളത് വയനാട്ടിലാണ്. പഴശ്ശി സ്മാരകം ഉള്ളത് മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം ഉള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഴശ്ശി ഡാം എന്ന് പേരിൽ അറിയപ്പെടുന്നത്. കണ്ണൂരാണ് പഴശ്ശി ഡാം ഉള്ളത്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണുള്ളത്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോഴിക്കോടാണ്. 24ാമത്തെ ചോദ്യം, പഴശ്ശി രാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത്
ഹരിഹരൻ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മലയാളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സിനിമയാണ് പഴശ്ശിരാജ എന്ന് പറയുന്നത്. മമ്മൂട്ടിയാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഹരിഹരനാണ്. ഈ 25ാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം. 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ മരണമടഞ്ഞത്. 1805 നവംബർ 30. വർഷം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ മാസവും ദിവസവും പഠിക്കണം. ചിലപ്പോൾ 1805 തന്നിട്ട് മാസവും ദിവസങ്ങളും മാറിയൊക്കെ ചോദിക്കും. അപ്പോൾ അതിനകത്ത് ശരിയായിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്തണമെങ്കിൽ നവംബർ 30 എന്നുള്ളതും കൂടെ ചേർത്ത് വേണം പഠിക്കാൻ. ഇത്രയുമാണ് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. മറ്റ് പല ചോദ്യങ്ങളുമുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 25 ചോദ്യമാണ് നമ്മളിപ്പോൾ ഇതിൽ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. മറ്റ് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ബുക്സ് വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യമാണ് നമ്മളിന്ന് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.